ഹല്ലേലൂയ. കർത്താവ് വലിയ കാര്യങ്ങൾ നമ്മുടെ ഇടയിൽ ചെയ്തുകൊണ്ടിരിക്കുന്നു. വലിയ കാര്യങ്ങൾ പിന്നെയും ആമേൻ നമുക്ക് പ്രതീക്ഷിക്കാം. അല്പം പോലും സമയം കളയാതെ നമ്മുടെ ശ്രദ്ധയെ പുറപ്പാട് പുസ്തകത്തിലേക്ക് തിരിക്കാം. പുറപ്പാട് പുസ്തകം 1-ാം അധ്യായം 19-ാമത്തെ വാക്യം. സൂതി കർമ്മിണികൾ ഫറവോനോട്, എബ്രായ സ്ത്രീകൾ മിസ്രീമ സ്ത്രീകളെ പോലെ അല്ല, അവർ നല്ല തിറമുള്ളവർ. കരമുയർത്തി കഥാവിനത് മഹത്വം കൊടുത്തു. അടുത്തിരിക്കുന്നവരെ തൊട്ടിട്ട് പറഞ്ഞ്, ദൈവസഭയ്ക്ക് ഒരു തിറവുണ്ട്. പറഞ്ഞോ, ശബ്ദമുയർത്തി പറഞ്ഞോ, ദൈവസഭയ്ക്ക് ഒരു തിറവുണ്ട്. ഹല്ലേലൂയ. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? പൈശാചിക പ്ലാനുകളെ തകിടം മറിച്ചുകൊണ്ട് ദൈവിക പദ്ധതിയിൽ സഭ ജയഘോഷയാത്ര നടത്തും. വാവ് റാഥ, നീ അതിൻ്റെ മുൻപന്തിയിലുണ്ട് കേട്ടോ. ഒന്ന് പ്രതികരിക്കാമെങ്കിൽ ഒന്ന് പ്രതികരിച്ചോ. ഫറവോൻ ഫിലിസ്ത്യൻ എത്രത്തോളം ദൈവസഭയെ ദൈവജനങ്ങളെ പീഡിപ്പിക്കാൻ നോക്കുന്നോ, അതിന് അനുസരിച്ച് അതിലുപരിയായി പല മടങ്ങ് ദൈവസഭ വർദ്ധിച്ചതുപോലെ അന്ന് വർദ്ധിച്ചെങ്കിൽ യഹൂദാ ഗോത്രത്തിന്റെ സിംഹം നിന്റെ ഉള്ളിലുണ്ട്. വിശ്വസിക്കുന്നവർ മാത്രം പ്രതികരിച്ചോ. വിശ്വസിക്കുന്നവർ മാത്രം. നിയോഗമുള്ളൊരു ഫലമുറ പുറത്തു വരട്ടെ. Thank you Holy Spirit. ഇവിടെ ഒരു പരിശുദ്ധാത്മാവിന്റെ നദി ഒഴുകി തുടങ്ങുന്നതിന് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുകയാണ്. പരിശുദ്ധാത്മാവിന്റെ നദി ഈ ആലയത്തിന്റെ അകത്തു നിന്ന് പല ദേശങ്ങളിലേക്ക് രാജ്യവ്യാപകമായി ഒരു നദി ഒഴുകുന്നു. ഹല്ലേലൂയ. ഇന്ന് രാവിലെ ഈ വാക്യം പറയണമെന്ന് കർത്താവിനോട് ഇടപെട്ടു. ഞാൻ ചിന്തിച്ചില്ല എന്തിനാണ് കർത്താവേ. ഞാൻ എഫേസ്യ ലേഖനം, ഫിലിപ്പ് ലേഖനം എല്ലാം ഇങ്ങനെ സെർച്ച് ചെയ്ത് ഒരു മെസ്സേജ് പ്രിപ്പയർ ആക്കാൻ വേണ്ടിയിരുന്നു. കർത്താവ് പറഞ്ഞു, ഇത് നീ പറയണം. ഞാൻ നോക്കി, നോട്ടിൽ വേറെ ഒരു വേർഡ്സും ഞാൻ എഴുതിയിട്ടില്ല. എക്സോഡസ് 1:19. സോ ഇവിടെ വന്നപ്പം കാര്യം എനിക്ക് മനസ്സിലായി. ഇന്നിതാണ് ഇവിടെ പ്രീച്ച് ചെയ്യേണ്ടത്. മനസ്സിലായവർ ആമേൻ പറഞ്ഞു, മനസ്സിലാകാത്തവരിയ്ക്കും, മനസ്സിലായവർ എടുത്തുകൊണ്ട് പോകും ചിലത്. ഹല്ലേലൂയ. പുറപ്പാട് പുസ്തകം തുടങ്ങുകയാണ്. 1-ാം അധ്യായം. 1-ാം അധ്യായത്തിലെ 19-ാമത്തെ വാക്യമാണ് നമ്മൾ വായിച്ചത്. യാക്കോബിന്റെ കടിപ്രദേശത്ത് നിന്ന് ഉത്ഭവിച്ച ദേഹികളെല്ലാം കൂടെ 70 പേർ ആയിരുന്നു. ആമേൻ. 70 പേർ. എല്ലാവരും പറഞ്ഞു 70. അതൊരു പൂർണ്ണ സംഖ്യയാണ്. 70. കർത്താവ് മഹാദൗത്യം കൊടുത്ത് ഒരു തലമുറയെ പറഞ്ഞു വിടുന്നുണ്ട്. ആ ഗ്രൂപ്പിൻ്റെ നമ്പർ 70 ആണ്. ഒരു പൂർണ്ണ സംഖ്യ ഒത്തതുപോലെ ഇതിൻ്റെ അകത്തു നിന്ന് പരിശുദ്ധാത്മാവ് ചിലരെ റൈസ് ചെയ്യിപ്പിക്കാൻ പോകും. താല്പര്യമുള്ളവർ അതിനെ അങ്ങ് സ്വീകരിച്ചോ. നിന്റെ പ്ലാനിൽ ഇല്ലാത്തത് പലതും ഈ സീസണിൽ നിന്റെ ലൈഫിൽ നടക്കും. ഒന്ന് കേറിക്കേ. നിന്റെ പ്ലാനിൽ ഇല്ലാത്തത് എന്തെങ്കിലും നടന്നെങ്കിൽ ഓർത്തോണം. അവന്റെ പ്ലാനിലുള്ളത് എന്തോ ഒന്ന് എൻ്റെ ലൈഫിൽ നടക്കുന്നു. ആരൊക്കെയോ എന്നെ കേൾക്കുന്നുണ്ട്. ഞാൻ അവരെ നോക്കി വിളിച്ചു പറയുകയാണ്, നിന്റെ പ്ലാനിൽ ഇല്ലാത്തത് എന്തോ നടക്കുന്നുണ്ടെങ്കിൽ ഓർത്തോണം, അവന്റെ പ്ലാനാണത്.
അവന്റെ പ്ലാൻ ആണെങ്കിൽ പേടിക്കണ്ട. അവൻ കൈപിടിക്കും, അവൻ വഴി നടത്തും, അവൻ അന്ത്യത്തോളം നടത്തുവാൻ അവൻ വിശ്വസ്തനാ. അവൻ വാക്ക് പറഞ്ഞാൽ മാറത്തില്ല. നീ എത്തേണ്ടിയ ദിശയിൽ എത്തി. നിന്നെ എത്തിച്ചത് എന്തിനാന്ന് അവൻ തെളിയിച്ച് നാട്ടുകാരോട് നീ പറയാതെ നീ സാക്ഷിയാകാൻ പോയി. കമോൺ 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 കമോൺ. സൈന്യത്താലെയല്ല, ശക്തിയാലെയല്ല, by my spirit, Holy Spirit. ദൈവ ശക്തി ജനരെ തൊടട്ട്. നിന്റെ ലൈഫിൽ അവന്റെ പ്ലാൻ നടക്കുവാൻ സമയമായി. ഒരുവൻ നിന്നെ നോട്ടമിട്ടിട്ടുണ്ട്, അവൻ നോട്ടം നിന്നിൽ നിന്ന് മാറ്റത്തില്ല. നീ നോട്ടം മാറ്റരുത്, കാലിടരുത്, കണ്ണിടരുത്, ഫോക്കസ് തെറ്റരുത്. നീ എത്തേണ്ടിയിടത്ത് എത്തുമെന്നുള്ളതിനേക്കാൾ നിന്നെ എത്തിക്കേണ്ടിയിടത്ത് എത്തിക്കേണ്ടിയവൻ ഈ എത്തിക്കും. Come on, come on, come on, come on, come on, church. Yeah. Glory, glory, glory. പരിശുദ്ധാത്മാവിന്റെ ഒരു പൂർണ്ണ സ്വാതന്ത്ര്യം. എല്ലാ ഈവിൽ പ്ലാനിനെയും ഞാൻ ആത്മാവിൽ വെട്ടുകയാണ്. The final victory is ours. സഭയുടെ വിജയമാണ് അവസാനത്തെ വിജയം. യാക്കോബിന്റെ കടിപ്രദേശത്ത് നിന്ന് ഉത്ഭവിച്ച ദേഹികൾ എല്ലാം കൂടെ 70 പേരായിരുന്നു. യോസെപ്പോ മുമ്പ് തന്നെ മിസ്രൈമിലായിരുന്നു. യോസെപ്പേ, നീ കുഴിയിൽ വീണതല്ല, നിനക്കൊരു പ്രൊമോഷനായിരുന്നു. ചേട്ടന്മാര് അച്ചാച്ചന്മാർ എത്തുന്നതിന് മുമ്പേ നിന്നെ ഇവിടെ കൊണ്ടുവന്നെങ്കിൽ അവനൊരു വലിയ പ്ലാനുണ്ട്. ആരോ കൈ അടിച്ചു സ്വീകരിക്കുക. ചേട്ടൻ എത്തിയില്ല, അച്ചാച്ചൻ തോറ്റു, നീ തോക്കാതെ നിൽക്കുവാൻ. പിതാക്കന്മാര് തോറ്റെടുത്ത് തോക്കാത്തൊരു തലമുറ ഈ ചർച്ചിൽ പൊങ്ങി വരികയാണ്. യോസേപ്പോ അവൻ അവിടെ ഉണ്ടായിരുന്നു. For Joseph was in Egypt already. നീ എത്തേണ്ടത് എവിടാണെന്ന് നിനക്കറിയാത്തപ്പോൾ, നീ അറിയാത്ത വഴിയിൽ കൂടെ പോയി 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 എത്തേണ്ട ഡെസ്റ്റിനിയിൽ എത്തുന്നില്ലേ, അതിൻ്റെ പേരാണ് അവൻ്റെ വിശ്വസ്തത. ഹല്ലേലൂയ. ഞാൻ ഈ കഴിഞ്ഞ ദിവസം നമ്മുടെ ഒരു ചരിത്ര കഥാനായകനുണ്ട്. ആരാ? ശിക്കാരി ശംഭു. പുള്ളിക്കാരൻ കുഴി വീഴും, പക്ഷെ 2 കാലം നിന്ന് കഴിയുമ്പോൾ എത്തേണ്ട ഒരു കേസ് തെളിയിച്ചിരിക്കും. അതുപോലെ യേശുവിൻ്റെ നാമത്തിൽ നീ തീർന്നു എന്ന് പോകുമ്പോൾ പരിശുദ്ധാത്മാവിൽ ഞാൻ ഒരു കാര്യം വിളിച്ചു പറയാ, നീ എത്തേണ്ട ഡെസ്റ്റിനിയിലാണ്. കുഴിയിൽ നിന്നല്ല നീ പൊങ്ങാൻ പോകുന്നത്, നീ വീണടം തന്നെ ദൈവിക പദ്ധതിയിലാണ്. യോസപ്പേ, നാട്ടുകാര് പറയും നീ തീർന്നു. യോസപ്പിന് പറയാനുണ്ട്, നാട്ടുകാരന്റെ മുമ്പിൽ ഞാൻ തീരത്തില്ല, എന്റെ മുമ്പിൽ നാട്ടുകാരൻ തീരുമ്പോൾ ഞാൻ തുടങ്ങും. യാക്കോബിനും ഒരു മറുപടി പറയാനുണ്ട്. യോസേപ്പ് പോയി. വാർദ്ധക്യത്തിൽ യോസേപ്പിനെ കുറിച്ചുള്ള ദുഃഖത്തിൽ ഇരിക്കുമ്പോൾ യാക്കോബിനോട് ദൈവം ഒരു കാര്യം പറയുകയാണ്. ഇസ്രായേൽ മക്കൾ സന്താന സമ്പന്നരായി അത്യധികം വർദ്ധിച്ചു പെരുകി ബലപ്പെട്ട് ദേശം അവരെ കൊണ്ട് നിറയും. നീ ഒന്നിനെ ചൊല്ലിയാ ഭാരപ്പെട്ടത്. സ്വർഗം പറയാ, നിനക്കൊരായിരം എണ്ണത്തെ ഞാൻ തരും. ഈ സീസണിൽ നോക്കിക്കോണേ, ഇസ്രായേൽ മക്കൾ ഇങ്ങനെ വർദ്ധിച്ച് പെരുകിക്കൊണ്ടിരിക്കുമ്പോൾ യോസെപ്പിനെ അറിയാത്ത ഒരു രാജാവ് മിസ്രൈമിലുണ്ടായി. നിന്നെ അറിയാത്ത ഏതെങ്കിലും അന്തരീക്ഷം, നിനക്കറിയാത്ത അന്തരീക്ഷം വരുന്നുണ്ടെങ്കിൽ ഓർത്തോണം, ദൈവത്തിനറിയാവുന്ന എന്തോ ഒന്ന് അവിടെ നടക്കാൻ പോവാം. അനന്തരം യോസെപ്പിനെ അറിയാത്ത പുതിയൊരു രാജാവ്. അതെന്തുവാ പാസ്റ്റേ, ഒന്ന് തെളിയിച്ചു പറയാം. യോസെപ്പിനെ അറിയാത്തവരായിട്ട് ആരുമില്ല.
കാരണം ആദ്യത്തെ കാര്യമെന്ന് പറയുന്നത്, ഇവൻ ചെയ്യാത്ത തെറ്റിന് വേണ്ടി ഇവൻ ജയിലിൽ അടയ്ക്കപ്പെട്ടതായതുകൊണ്ട് നാട്ടുകാരുടെ ഇടയിൽ ഒരു പാട്ടുണ്ട്, ഓ ഇവൻ ചെയ്യാത്ത തെറ്റിന് ഒരു പ്രശ്നക്കാരനാണ്. ആക്ച്വലി പ്രശ്നത്തിലല്ല ഇവനായിരിക്കുന്നത്, ഇവനൊരു വിടുതലിലായിരിക്കുവാന്ന് ഒരു ശ്രുതിയുണ്ട്. അത് മാത്രമല്ല, കാരാഗ്രഹത്തിൽ കിടക്കുമ്പോഴും രാജാവിൻ്റെ കാരാഗ്രഹത്തിൽ നിന്ന് ചങ്ങലയെ പൊട്ടിക്കുന്ന അഭിഷേകമുള്ള ഒരു വെളിപ്പാടുകാരനാന്ന് ഒരു ശ്രുതിയുണ്ട്. ആത്മാവിൽ ഞാൻ ഒരു കാര്യം വിളിച്ചു പറയാം, നിന്നെ കുറിച്ച് നീ അറിയുന്നതിനേക്കാൾ നാട്ടുകാർ പറയും, രാജാവ് പറയും, ഇവൻ ഒരു അഭിഷക്തനാണ്. സഭയെ കുറിച്ചുള്ള ശ്രുതിയെ പരിശുദ്ധാത്മാവ് സ്ഫടിപ്പിക്കാൻ പോയി. ഹല്ലേലൂയ. ഈ അഡ്വർടൈസ്മെന്റിലൊക്കെ പറയുന്നത് പോലെ അതിവേഗം, ബഹുദൂരം, ദീർഘദൂരം പരിശുദ്ധാത്മാവ് ശ്രുതിയെ കൊണ്ടെത്തിക്കാൻ പോകും. ഹല്ലേലൂയ. അത് നിങ്ങളുടെ ലൈഫിലും നടക്കും, നിങ്ങളുടെ ആവശ്യങ്ങളിലും നടക്കും. കാരണം ഇത് യേശുവേ എന്നൊന്ന് വിളിച്ചേ. യോസേപ്പിനെ അറിയാത്ത ഒരു രാജാവ് വന്നു. കഴിഞ്ഞ ദിവസം മുമ്പ് വരെ ആയിരുന്നെങ്കിൽ രാജാവിൻ്റെ മുമ്പിൽ ഒരു ആവശ്യത്തിന് പോയാൽ യോസേപ്പിൻ്റെ കുടുംബക്കാരനാണെന്ന് അറിയുമ്പോൾ തന്നെ സീലടിച്ച് കരത്തിൽ കിട്ടുമായിരുന്നു. ഇപ്പോൾ യോസേപ്പിനെ അറിയാത്ത ഒരു രാജാവായതുകൊണ്ട് ഇസ്രായേൽ മക്കളുടെ മുമ്പിൽ ഒരു പുതിയ ചരിത്രം തുടങ്ങി. ഈജിപ്തിലെ മന്ത്രിയേക്കാൾ, ഈജിപ്തിലെ രാജാവിനേക്കാൾ വലിയൊരു രാജാവിലേക്ക് നോട്ടം തിരിയുന്നത് പോലെ, ഒരു വലിയ ശക്തി കേന്ദ്രത്തിലേക്ക് തിരിക്കുന്നത് പോലെ പരിശുദ്ധാത്മാവ് അന്ന് അവിടെ ചെയ്തെങ്കിൽ ഇവിടെ 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 നീ അറിയാത്ത മേഖലയിൽ യാത്ര ചെയ്യുമ്പോൾ പരിശുദ്ധാത്മാവ് പറയുവാണ്, നിന്റെ ശ്രദ്ധ എന്നിലേക്ക് തിരിയുന്ന സമയമാണിത്. ശ്രദ്ധ തിരിയട്ടെ, യേശുവിങ്കലേക്ക് ശ്രദ്ധ തിരിയട്ടെ. നോട്ടം 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 അവങ്കിലേക്ക് തിരിയട്ടെ. അവങ്കിലേക്ക് നോക്കിയവർ പ്രകാശിതരായി, അവരുടെ മുഖം ലജ്ജിച്ച് പോയതില്ല. ഈ ജനം, മിസ്രൈം ജനത്തിന് ഈ യോസേപ്പിനെ ഇപ്പോൾ അറിയത്തില്ല, മിസ്രൈമിലെ രാജാവിന് യോസേപ്പിനെ അറിയത്തില്ല. പക്ഷെ ഒരു കാര്യം അവിടെ വെളിപ്പെട്ടു വന്നു, ഈ ജനത്തിൻ്റെ കൂടെ ദൈവമുണ്ട്. ഇവിടെ പറയുന്ന ഒരു പദമുണ്ട്, ഇസ്രായേൽ ജനം നമ്മേക്കാൾ ബാഹുല്യവും ശക്തിയുമുള്ളവരാണ്. നിന്റെ പ്ലസ് പോയിന്റിനെ നാട്ടുകാർ തിരിച്ചറിയും, നിന്നെ ഒതുക്കാൻ പറ്റത്തില്ലെന്ന് നാട്ടുകാർ തിരിച്ചറിയും. യേശുവിൻ്റെ നാമത്തിൽ ഒതുക്കപ്പെട്ട മേഖലയിൽ നിന്ന് പുറത്തു വരേണ്ടിയ ഒരു കൂട്ടം ഇന്ന് പുറത്തു വരികയാണ്. ഒന്ന് കേറിക്കേ. ഏതെങ്കിലും ബൗണ്ടറികൾ ആരെങ്കിലും വിട്ടിട്ടുണ്ടെങ്കിൽ ആ ബൗണ്ടറിയിൽ നിന്ന് സഭ പുറത്തു വരട്ടെ. ശക്തിയുള്ള, ബാഹുല്യമുള്ള, അധികാരമുള്ള, അഭിഷേകമുള്ള ഒരു തലമുറ ഇതിന്റെ നടുവിൽ പുറത്തു വരികയാണ്. ശ്രദ്ധിച്ചേ. എന്നിട്ട് ഇവർക്ക് ഭീതിയുണ്ടായി, ജനത്തെക്കുറിച്ച് ഭീതിയുണ്ടായി, നിന്നെക്കുറിച്ച്, നിങ്ങളെക്കുറിച്ച്, നിങ്ങളുടെ കുടുംബത്തെക്കുറിച്ച്, നിങ്ങളുടെ ശുശ്രൂഷയെക്കുറിച്ച്, നിങ്ങളുടെ അഭിഷേകത്തെക്കുറിച്ച് നാട്ടുകാരുടെ ഇടയിൽ സംസാരം മാത്രമല്ല, ഇനി ഭീതി ഉണ്ടാകാൻ പോകും. കഴിഞ്ഞ ദിവസങ്ങളിൽ ചില പ്രത്യേക മതവിഭാഗക്കാരുടെ ഏത് കടയിൽ പോയാലും ഇവർക്കെന്നെ അറിയാം. ഇവർ ചോദിക്കുന്ന ഒരു കാര്യമുണ്ട്, സാർ എന്താ ചെയ്യുന്നേ? ഇനി സാറ് പറയാൻ പോ, ഇവിടെ വന്നിരിക്കുക, സാറ് ചെയ്യുന്നത് കാണിച്ചു തരാം. എൻ്റെ പരിസരത്തിലുള്ള എവിടെ പോയാലും യെസ്, നിങ്ങൾക്കറിയാം, ചിലർക്കറിയാം സാർ എന്താ ചെയ്യുന്നതെന്ന് അറിയണം. അവർക്കൊരു കാര്യം അറിയാം, അവരെക്കാട്ടി വലിയൊരു സാറ് ഇദ്ദേഹത്തിൻ്റെ, ഈ സാറിൻ്റെ അകത്തിരിക്കും. ഓ, ഈ സാർ ഒറ്റയ്ക്കല്ല, ഈ സാറിൻ്റെ അകത്ത് ഒരു ബിഗ് ബോസ് ഉണ്ട്. He is a Lord of Lords. He is a King of Kings. യഹൂദ ഗോത്രത്തിന്റെ സിംഹം. നിന്റെ നടപ്പ്, നിന്റെ സംസാരം, നിന്റെ ആക്ഷൻ, നിന്റെ പ്രതികരണം സിംഹത്തെ പോലെ ആയിരിക്കണം. സിംഹമുഖന്മാർ പുറത്തു വരട്ടെ. ഒന്നിനോട് കോംപ്രമൈസ് ചെയ്യാത്ത തലമുറ, മുട്ടുമടക്കാത്ത,
ബാലിന് മുട്ടുമടക്കാത്ത, ജിസബേലിന്റെ മുമ്പിൽ പോക്കാത്ത, ബലീലയുടെ മടിയിൽ ഉറങ്ങാത്ത ഒരു തലമുറ ബലത്തോടെ, ശക്തിയോടെ, അധികാരത്തോടെ. യുദ്ധം യഹോവയ്ക്കുള്ളത്. ഹെവൻലിയിൽ ഒരു വാർ നടക്കുകയാ. അതിന്റെ ജയം യെരൂശലേം സൈന്യമാണ്, ദൈവസഭയ്ക്ക്. കേറി വരണ്ടിയ ജലതിനെ മുളയിലെ നാമ്പ് നുള്ളിക്കളയുന്നത് പോലെ പൈശാചിക തന്ത്രങ്ങളിൽ വീഴ്ത്തിക്കളയാൻ നിൽക്കുന്ന പ്രവണതയെ, കുടുംബ പശ്ചാത്തലത്തെ ഉതറി തള്ളിയിട്ട് ചിലതൊക്കെ പൊങ്ങിക്കേറേണ്ടിയ സമയം ആഗതമാണ്. ഇവരുടെ ഇടയിൽ ഒരു ശ്രുതി വന്നു. ജഡ്ജസിൽ കാണാൻ പറ്റുന്നുണ്ട്. മിദ്യാന്യർ കൂട്ടത്തിന്റെ ഇടയിൽ നിന്ന് പറയുക, ഇത് യോവാശിന്റെ മകനായ ഗിദെയോന്റെ അപ്പമായിരിക്കും പാളയത്തിലേക്ക് ഉരുണ്ടുവന്ന് കൂടാരത്തെ തകർക്കുന്നത്. അവിടെ ആ സ്ട്രാറ്റജി, ദൈവത്തിന്റെ പ്ലാൻ മനസ്സിലാക്കിയതുപോലെ ഇവർ പറയുകയാണ്, ഇസ്രായേൽ ജനം നമ്മളെക്കാൾ ബാഹുല്യവും ശക്തിയുമുള്ളവരാണ്. They are carrying God's power. Hallelujah. ഇവൻ ഉപവാസത്തിൽ നിന്നാലും 40 ആണെങ്കിൽ ഇവന്റെ പവർ 1.5 പവറാ. ഇവർ ഇനിയും പെരുകും, ഇനിയും വർദ്ധിച്ചു പെരുകും. ശ്രദ്ധിച്ചേ, ഇത് തിരിച്ചറിഞ്ഞു. നീ തിരിച്ചറിയുന്നതിനേക്കാൾ മുമ്പേ അവൻ തിരിച്ചറിഞ്ഞിട്ട് പറയുക, ഇങ്ങനെ പെരുകിയിട്ട് യുദ്ധമുണ്ടാകുന്ന പക്ഷം നമ്മുടെ ശത്രുക്കളോട് ഇവൻ ചേരും. ഇപ്പം ഫെലിസ്ത്യ മക്കൾക്ക് പലതരത്തിലുള്ള ശത്രുക്കളുണ്ട്. ഇവന്റെ ശത്രുക്കളും ഇവരും ചേരുവാൻ സാധ്യതയുള്ളത് കൊണ്ട് ഈ രാജ്യം വിട്ടു പൊയ്ക്കളയുവാൻ നമുക്ക് സംഗതി വരുമെന്ന് അർത്ഥം പിടികിട്ടുന്നുണ്ടോ? നമ്മളിപ്പോൾ അടക്കി വാഴുക, നമ്മൾ ഓടിപ്പോകേണ്ട ഒരു സംഗതി. ഈ കൊച്ചുകൂട്ടം വർദ്ധിച്ച് വന്നു കഴിയുമ്പോൾ ഞങ്ങളുടെ ശക്തി പോകും. പിടികിട്ടുന്നുണ്ടെങ്കിൽ ആത്മാവിൽ നീ കയറിക്കോണം, ആയുധം എടുത്തോണം, ചിലതിനെ വെട്ടിക്കോണം. ചില പൈശാചിക പ്രവണതകളെ സഭ അടിയോട് വെട്ടുകയാ. Come on. അവർക്ക് പിടികിട്ടി. ഞങ്ങളുടെ 1000 എണ്ണം ഇവർമാരുടെ 1 സമമാകത്തേ ഉള്ളൂ. ഇവന്മാരുടെ 1 ഞങ്ങളുടെ 1000 ഒന്നാ. ശൗൽ 1000 കൊന്നു, ദാവീദ് 10,000 കൊന്നു. ചില പൈശാചിക തന്ത്രങ്ങൾ മെനയുന്ന പദ്ധതികളെ ആത്മാവ് പൊളിക്കുകയാ. നിനക്ക് വിരോധമായി ഒരായുധം പാലിക്കയില്ല. Receive. അടക ധമന തടക ചരക തുടക തലക അടക ചതര വടയ ഫല ഫര ഫരയ തലയ അട തല തല ഫരയ ചടയ കട തലയ ഫലയ. പാലിന് മുട്ടമടക്കാത്ത 7000 എണ്ണം അഭിഷക്തന്മാരുടെ നിര പൊങ്ങി പുറത്തുവരട്ടെ. വാതിലുകളെ, നിങ്ങളുടെ തലകളെ ഉയർത്തുവീൻ. King of glory is going to enter your land. അമ്മര് പറയുക, ഞങ്ങൾക്ക് 1000 എണ്ണമുണ്ട്. ആ 1000 എണ്ണത്തെ തോപ്പിക്കാൻ നിന്റെ 1 എണ്ണം മതി. കാരണം നിനക്ക് ബാഹുല്യമുണ്ട്, നിനക്ക് ശക്തിയുണ്ട്, നിനക്ക് അധികാരമുണ്ട്, നിന്നിൽ ഗ്ലോറിയുണ്ട്. ഇതൊന്നും ഞങ്ങളിലില്ല.
നീ ഒന്ന് പിടിച്ചാൽ വടമല്ല അഴിഞ്ഞു വരുന്നത്, പിടിക്കുന്നവന്മാർ നിലംപരിചാകും. കാരണം നിന്റെ ഒരറ്റത്ത് പിടിച്ചിരിക്കുന്ന ഒരുവനുണ്ട്, അവന്റെ പേരാ ക്രിസ്തു. ഈ യുദ്ധം യഹോവയ്ക്കുള്ളത്. ജയം ഭാരത സഭ ഇതുവരെ കണ്ടിട്ടില്ലാത്ത ജയത്തിലേക്ക് സഭകൾ കയറി വരട്ടെ. ശ്രദ്ധിക്കണേ, ഇവന്മാരെന്തോ മണ്ടന്മാരാ. ഇവന്മാർക്ക് മസിലുണ്ട്, പക്ഷെ മസാലയില്ല. കൂടെ ഉണ്ടെങ്കിൽ കരം ഉയർത്തി കഥാവിനൊരു മഹത്വം കൊടുത്ത്. ഇവർ ചെയ്യുക, ശക്തി ക്ഷയിപ്പിക്കാൻ വേണ്ടി ഇവരെ കൊണ്ട് കഠിനവേല ചെയ്യിപ്പിച്ചെന്ന്. സിമന്റ് കട്ട പിറക്കിക്കോ, വൈക്കോല് പിറക്കിക്കോ, ചുണ്ണാമ്പ് പിറക്കിക്കോ. എൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ ഷിംഷോൻ പൊക്കിയതുപോലെ ഒരു ഹോൾസെയിൽ ഫാക്ടറിയെ ചെക്കന്മാർ പൊക്കിക്കൊണ്ടുപോകും. കാരണം ഇത് ശക്തിയുള്ള തലമുറയാണെന്നറിഞ്ഞില്ല. എൻ്റെ മുമ്പിലുള്ള അഭിഷേകത്തിൻ്റെ മുമ്പിൽ നിന്റെ മുമ്പിലത്തെ മുഖം തകരും. നീ അത്ര മുഖം വയ്ക്കുന്നു, എൻ്റെ അഭിഷേകം വർദ്ധിക്കും. ഇതിന് അളവില്ലാത്തതാ, ഇതിന് സീമയില്ലാത്തതാ, അതിരുകളില്ലാത്ത അഭിഷേകം. ശ്രദ്ധിച്ചേ, അങ്ങനെ കഠിന വേലകളാൽ അവരെ പീഡിപ്പിക്കേണ്ടതിന് യാക്കോബിന്റെ കടിപ്രദേശത്തു നിന്നുണ്ടായ തലമുറകൾ പീഡിക്കപ്പെട്ടതുപോലെ വേറെ ആരും ഉലകത്തിൽ പീഡിക്കപ്പെട്ടിട്ടില്ല. ഹല്ലേലൂയ. ഇവരെ പീഡിപ്പിക്കാൻ വേണ്ടി മാത്രം ഊഴിയ വിചാരകന്മാരെ ആക്കി വെച്ചു. കപ്പം കൊടുത്ത്, സാലറി കൊടുത്ത്, ശമ്പളം കൊടുത്ത് നിന്നെ തകർക്കുവാൻ പൈശാചിക മണ്ഡലം പദ്ധതി ഒരുക്കുമ്പോൾ ഓർത്തോണം, അവൻ തകരും, നീ തകരത്തില്ല. നീ വർദ്ധിച്ച് പെരുകും. നീ അവന്മാരുടെ കയ്യിൽ നിന്ന് കപ്പം മേടിക്കും. അവന്റെ സമ്പത്ത് നിന്റെ അകത്ത് കയറി വരും. ഇരുട്ടിലെ നിക്ഷേപങ്ങളും മറവിടങ്ങളിലെ ഗുപ്തനിധികളും സഭയ്ക്കുള്ളതാ. Financial glory is flowing in this church. പ്രതികരിക്കാമെങ്കിൽ ചങ്കൂറ്റത്തോടെ പ്രതികരിച്ചോ. ശ്രദ്ധിക്കണേ, പീഡിപ്പിക്കാൻ വേണ്ടി സൂപ്പർവൈസേഴ്സിനെ ആക്കി, മാനേജർമാരെ ആക്കി, സിഇഒയെ ആക്കി, വൈസ് പ്രസിഡന്റുമാരെ ആക്കി. അത് മാത്രമല്ല, സംഭാര നഗരങ്ങളെ പണിതു. കൂടെ ഉണ്ടോ? നിന്നെ കഷ്ടപ്പെടുത്താൻ വേണ്ടി ഫാക്ടറി പണിതെന്ന്. അവന്റെ ഫാക്ടറി നൂതിയാൽ തകർന്നു പോകും. അവന്റെ ഫാക്ടറിയെ കാട്ടി വലിയ ഡുനാമിസ് ഫാക്ടറി എന്റെയും നിന്റെയും അകത്തുണ്ട്. സൈന്യത്താലെയല്ല, ശക്തിയാലെയല്ല. Spirit, Holy Spirit, the Holy Spirit, the power of Holy Spirit, the power of Holy Spirit. Power gatatu. ശക്തിയുള്ള തലമുറ. ഓർത്തോണം, ബാഹുല്യവും ശക്തിയുമുള്ളത്. We are more mightier than them. അവരെക്കാൾ ശക്തരാ, അവരെക്കാൾ ധനമുള്ളവരാ. അവർക്ക് ആവശ്യമില്ലാത്തതെല്ലാം ഉണ്ട്, നമുക്ക് ആവശ്യമുള്ളതെല്ലാം ഉണ്ട്. ഇത്രയേ ഉള്ളൂ വ്യത്യാസം. നിന്റെ അകത്ത് ക്രിസ്തുവുണ്ട്, നിന്റെ അകത്ത് വെളിച്ചമുണ്ട്, നിന്റെ അകത്ത് അഭിഷേകമുണ്ട്, നിന്റെ അകത്ത് അധികാരമുണ്ട്, നിന്റെ അകത്ത് ദൈവത്തിന്റെ തേജസ് ഉണ്ട്, നിന്റെ അകത്ത് ഗ്ലോറി ഉണ്ട്. നീ ഒന്ന് തുമ്മിയാൽ തെറിക്കുന്ന ശക്തി അവന്മാരുടേത്. അവർ പീതോം, റയംസേസ് എന്ന സഭാനഗരങ്ങളെ ബറവോന് പണിതു. ഇതിൻ്റെ അകത്ത് ബലഹീന വിശ്വാസികൾ ഓർക്കും, എന്തിനാ ഈ ഊഴിയ വിചാരം? പ്രശ്നമല്ലേ? യാക്കോബിൻ്റെ കൂടെ വന്നിട്ടല്ലേ, യാക്കോബിൻ്റെ മക്കളായിട്ടല്ലേ, അല്ലെങ്കിൽ മിസ്രീമിൽ പോയി കുബൂസ് കഴിച്ചാൽ കുഴപ്പമില്ലായിരുന്നു എന്ന് ബലഹീനര് വിശക്കുമ്പോൾ ഓർക്കും. പക്ഷേ നീ കുബൂസ് അല്ല ഭക്ഷിക്കേണ്ടത്, നീ വചനം ഭക്ഷിക്കണം.
നീ ഞായറാഴ്ച ഉഴപ്പിയിട്ട് വേറെങ്ങും പോകാൻ നിൽക്കരുത്. നീ ഞായറാഴ്ച കർത്താവിന് മഹത്വം കൊടുക്കണം. ഇത് പറയുമ്പോൾ നിനക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുന്നെങ്കിൽ ഓർത്തോണം, നീ ചില ശക്തികളെ അരിഞ്ഞു വീഴ്ത്തേണ്ടിയ സമയമായി. കരമടിച്ചൊന്ന് ആത്മാവിൽ നീ വിമ്മിഷ്ടത്തോടെയല്ല സഭയിൽ ഇരിക്കേണ്ടത്. നീ ആത്മാവിന്റെ ചൈതന്യത്തിൽ, ആത്മാവിന്റെ ചൈതന്യം, പുതുക്കം. ഈ ഏരിയയിലെല്ലാം നടക്കുമ്പോൾ രണ്ട് കാര്യമാണ് സഹോദരന്മാരെ, സഹോദരങ്ങളെ പൊങ്ങി വരുന്ന കളിമണ്ണും വയലിലെ സകലവിധ വേലയും. ഇത് രണ്ടും ഇമ്പോർട്ടൻ്റാ. കർത്താവ് ഒരുവനെ പൊക്കി പണിയുമ്പോൾ ആ മണ്ണുമായിട്ട് ബന്ധപ്പെട്ടുള്ള ചില തടസ്സങ്ങൾ ആദ്യം തന്നെ പൊട്ടിച്ചു നീർക്കും. പിന്നെ രണ്ട് വയലാണ്. ഇത് ആത്മാവിൻ്റെ വയലുമുണ്ട്, മാനുഷികമായിട്ടുള്ളതുമുണ്ട്. ആത്മാവിൻ്റെ വയൽ നിധി ഒളിക്കപ്പെട്ടതാ, ട്രഷർ ഉള്ളതാ, അതിനെ നീ മേടിച്ചോണം. രണ്ട്, നീ വയലിൽ ഇറങ്ങേണ്ടിയവനാ. നീ വയലിൽ ഇറങ്ങി കഴിയുമ്പോൾ ചിലതൊക്കെ നഷ്ടപ്പെട്ടത് നിന്റെ കരത്തിലേക്ക് കയറി വരും. 6-ാം മണി നേരവും 9-ാം മണി നേരവും 11-ാം മണി നേരവും വന്നവന് കൂലി അവൻ കൊടുക്കും. ഒരുപോലെ കൂലി, ഒരുപോലെ ഈക്വലായിട്ട് ഷെയർ ചെയ്യുന്ന ഒരു വയൽ. ശ്രദ്ധിക്കണേ, ഇവർക്ക് കളിമണ്ണും ഇഷ്ടികയും വയലിലെ വൈക്കോലും ഒക്കെ കൊടുത്തിട്ട് പറയും നീ ജോലി ചെയ്തോ. ഇവർക്ക് കഴിക്കാനൊന്നും കൊടുക്കത്തില്ല. എന്തിനാ? ഇവൻ്റെ തലമുറ ജനിക്കരുത്, ഇവന് വർധനവുണ്ടാകരുത്, ഇവന് ശക്തി ലഭിക്കരുതെന്നും പറഞ്ഞ് ഇവൻ ട്രാപ്പ് ഒരുക്കാൻ നോക്കുമ്പോൾ സ്വർഗം പറയുക, ഇതിൽ കൂടെ ഒന്നുമല്ല നിന്റെ ശക്തി വരുന്നത്. നിനക്കൊരു ബന്ധമുണ്ടല്ലോ, അവിടെ നിന്നാണ് ചിലതൊക്കെ ഉത്ഭവിക്കാൻ പോകുന്നത്. ഇവർ ജനിക്കുമെന്ന് പറഞ്ഞ് ആൺതലമുറകളോടും പുരുഷന്മാരോടുമായിരുന്നു വെല്ലുവിളി. പെൺകുട്ടികൾ ജനിച്ചു കഴിഞ്ഞാൽ സൂതകർമ്മിണികളോട് പറയും അതിനെ അങ്ങ് വിട്ടേക്ക്, ഇവന്മാർക്ക് ഗുണം ചെയ്തില്ലെങ്കിലും നമുക്ക് ഗുണം ചെയ്യാം. പക്ഷെ ആൺതലമുറകൾ ജനിക്കാതിരിക്കാൻ നീ നോക്കിക്കോണം. പക്ഷെ ഒരു കാര്യം ദൈവസഭ ഇന്ന് പകൽ തിരിച്ചറിഞ്ഞോണം, നീ മിസ്രീമിലെ ജനത്തെ പോലെയല്ല, നീ തിറവുള്ളവരാണ്. സൂതകർമ്മണി വരുന്നതിന് മുമ്പേ നീ ചിലതിനെ പുറത്തെടുക്കും. മോശമാരുടെ ജനനം. എബ്രായ സ്ത്രീകൾ വിശ്വാസമുള്ളവരാണ്, അവർ നല്ല തിറമുള്ളവരാ. സൂതകർമ്മണികൾ അവരുടെ അടുക്കൽ എത്തും മുമ്പേ ദൈവത്തിന്റെ ദൂതൻ ഇറങ്ങി ചിലതിനെ പുറത്തിറക്കും. ദൂത് ആവശ്യമുള്ളവർ മാത്രം ഏറ്റെടുത്താൽ മതി. യേശുവിന്റെ നാമത്തിൽ ആ ദൂതിനെ സഭ പിടിക്കുക. ഒരു കൂട്ടം ചെറുപ്പക്കാർ, ഒരു കൂട്ടം സഹോദരന്മാരുടെ വലിയൊരു ഗണം ഇതിൻ്റെ അകത്ത് കയറി വരട്ടെ. യേശുവിന്റെ നാമത്തിൽ തലമുറകളെ നശിപ്പിക്കുവാൻ പൈശാചിക മണ്ഡലം വെല്ലുവിളിക്കുന്ന എല്ലാ പോരുകളും അതിന്റെ ആയുധങ്ങളും ഞങ്ങൾ ആത്മാവിൽ സഭ കയറി വെട്ടുകയാണ്. എല്ലാ സൂതകർമ്മണി ഫറവോന്യ സ്പിരിറ്റിനെ യേശുവിന്റെ നാമത്തിൽ സഭ പൊളിക്കുന്നു. പക്ഷെ സൂതകർമ്മണികൾ ഭയപ്പെട്ടു കേട്ടോ. സൂതകർമ്മണികൾ ഭയപ്പെട്ടു. മിസ്രീമൻ ജയിച്ചുകൊണ്ടിരിക്കുക. പക്ഷെ സൂതകർമ്മണികൾ ഭയപ്പെട്ടത് കൊണ്ട് ഈ തലമുറകൾക്ക് കർത്താവ് ഒരു വർധനവ് കൊടുത്തു. കൂടെ ഉണ്ടോ? ഇനിയും ഇവിടെ ഇസ്രായേലിൽ എബ്രായ സ്ത്രീകൾ തലമുറകളെ വാഗ്ദത്തത്തെ പുറത്തെടുക്കും. സൂതകർമ്മണികളുടെ കുടുംബത്തിൽ നിന്ന് സൂതകർമ്മണിമാരെ ആവശ്യമുണ്ട്. അവർക്ക് ഭയമുള്ളതാ, ദൈവത്തെ ഭയപ്പെടുന്നതാ. അതുകൊണ്ട് അവിടുത്തെ ആ സൂതകർമ്മണികൾക്ക് ഒരു വർധനവ് കൊടുത്തു. കർത്താവ് മുഖവശമില്ലാതെ ചിലതിനെ പിന്നെയും പിടിച്ചുകൊണ്ടുവരും. ചിലതിൽ മനസ്സിൻ്റെ അകത്ത് മാറ്റമുണ്ടാകുന്ന ഒരു സീസണാ. ഒരു കൊടിയ കാറ്റടിക്കുന്നത് പോലെ, മാളിക മുറിയിൽ ഒരു കാറ്റടിച്ചതുപോലെ ചിലരുടെ ജീവിതത്തിൽ ആത്മമണ്ഡലത്തിൽ കാറ്റുകൾ അടിക്കുന്ന ഒരു സീസണാണ്. ആത്മാവിൽ ഞങ്ങൾ ചില ദിക്കുകളെ നോക്കി കിഴക്കിനോട്, പടിഞ്ഞാറിനോട്, തെക്കിനോട്, വടക്കിനോട് കൽപ്പിക്കുക, തടുത്തു വെക്കരുത്. കയറി വരേണ്ടത് കയറി വരട്ടെ.
ഈ സീസണിൽ ദൈവസഭ പണ്ടേടത്തോടെയായിരിക്കണം. ലേവി കുടുംബത്തിലെ ഒരു പുരുഷൻ പോയി ഒരു ലേവി കന്യകയെ പരിഗ്രഹിച്ചു. പേരില്ലാത്ത ലേവിയന്റെ തലമുറയുടെ പേരാ മോശ. അവൻ അടിമത്തത്തിൽ നിന്ന് ജനത്തെ പുറത്തു കൊണ്ടുവന്നു. ലേവിയെ കർത്താവ് നോക്കുകയാ. ഹേ ലേവി, നിന്റെ അനുഗ്രഹത്തെ, നിന്റെ അവൻ കൃപയെ ആർക്കും ചോർത്തിക്കളയുവാൻ സാധ്യമല്ല. ലേവിമാർ പുറത്തു വരട്ടെ, പുരോഹിത ശുശ്രൂഷ ചെയ്യുവാൻ പുറത്തു വരട്ടെ. യേശുവിന്റെ നാമത്തിൽ ലേവ്യന്മാർ എഴുന്നേൽക്കട്ടെ. ധര 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 ആത്മാവിന്റെ ഒഴുക്ക്. ലേവി കുടുംബത്തിലെ ഒരു പുരുഷൻ, പേരില്ലാത്ത അപ്പൻ പോയി മോശയെ പുറത്തെടുത്തു. പേരില്ലാത്ത ലേവ്യൻ. നീ സൂതകർമ്മിണിയെ പേടിക്കല്ല്, ഫറവോനെ പേടിക്കരുത്. നീ എബ്രായ കന്യകയുടെ അടുക്കൽ ചെല്ലുവാൻ തയ്യാറാണെങ്കിൽ ഒരുക്കി വെക്കപ്പെട്ട, ഒളിച്ചു വെക്കപ്പെട്ട കീലുണ്ട്, പെട്ടകമുണ്ട്. നീ ഞാങ്ങണ നോക്കരുത്. ഞാങ്ങണയുടെ ഇടയിലുള്ള എഴയുന്ന വിഷജന്തുവിനെ നോക്കരുത്. ദൈവത്തിന്റെ ദൂതനിറങ്ങി ചിലതിനെ വട്ടം. ഓ, ആത്മമണ്ഡലത്തിൽ ഇപ്പോൾ ഒരു യുദ്ധം നടക്കുന്നു. സഭയ്ക്കനുകൂലമായി, സഭയ്ക്കനുകൂലമായി, സഭയ്ക്കനുകൂലമായി. ഞാങ്ങണയുടെ ഇടയിൽ മാത്രമല്ല വിടുതൽ, അങ്ങ് ചെങ്കടലിൽ, അങ്ങ് മിസ്രീമിൽ ചെങ്കടൽ കടന്ന് മിരിയാം തപ്പടിക്കുന്നത് പോലെ യേശുവിന്റെ നാമത്തിൽ ചിലതിനെ കാവൽ ചെയ്തുകൊണ്ട് നിൽക്കുന്ന മിരിയാമാരുടെ കരത്തിൽ താപ്പ് വരികയാ, താപ്പ് കയറി വരികയാ. Take it, take it, take it. കടയ ചുടയ മനയ ധനയ ഹരയ ചലയ ധരയ ധര ധര ധരയ ചരയ വടയ തലയ ചല ധരയ ധരയ തലയ ധരയ ധരയ തലയ ധരയ ചലയ ധരയ തലയ ധരയ ധര ധര ധരയ വലയ ചടയ തലയ ധരയ തലയ 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 തലയ. ഇറ്റ്സ് എ സെലിബ്രേഷൻ. നിന്റെ കരത്തിൽ അടിമത്തത്തിന് തപ്പാവശ്യമില്ല, കിന്നരം ആവശ്യമില്ല. അടിമത്തം തകരുമെന്നുറപ്പുള്ള മിരിയാമോ തപ്പൊളിപ്പിച്ചു വെച്ചത് കരത്തിൽ വരാ സമയമാ. ഗ്ലോറി 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 ഗ്ലോറി. തീപിടിക്കട്ടെ, ആത്മമണ്ഡലത്തിൽ തീപിടിക്കട്ടെ, തീപിടിക്കട്ടെ. തപ്പുകൾ, ഒളിക്കപ്പെട്ട തപ്പുകൾ, ഞങ്ങളുടെ ഇടയിൽ ഒളിക്കപ്പെട്ട പെട്ടകം. ചിലതിനെ മുക്കി കളയുവാനല്ല, ചിലതിന് വിടുതലിനു വേണ്ടി. ചിലയിടത്തേക്ക് പ്രവേശിക്കുവാൻ സമയമാണ്. ഒരു നിമിഷം ഒന്ന് സഭ എഴുന്നേറ്റ് നിന്ന്, ഒരു നിമിഷം എഴുന്നേറ്റ് നിന്ന് കരങ്ങൾ ചേർത്തടിച്ച് ആത്മാവിൽ 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 പൊരുതിക്കെ പൊരുതിക്കെ. സഭയുടെ കരത്തിൽ തപ്പ് വരുവാൻ, കാഹളം വരുവാൻ, ആർപ്പ് വരുവാൻ സമയമായി. Halaba rakata ratata letara basataya ritala basata rete lete relebe hashwa talba reka maratana taradia harba teleme rekeya hilbra tanasia. ആ പ്രതികരിക്കുന്നവരമേൽ ഉയർപ്പിന്റെ ശക്തി സ്വീകരിച്ചോ, സ്വീകരിച്ചോ, സ്വീകരിച്ചോ. തലയ ചരയ തലയ. തടസ്സങ്ങൾ തകരുകയാ. സഭയ്ക്ക് മുമ്പിലുള്ള പ്രതിയോഗിയുടെ കൈയെഴുത്തിനെ ഞാൻ ആത്മാവിൽ വായിക്കുകയാ. തലഘട ചരഘട ധനഘട ജനഘട. ഹന്നയെ പെനീന എത്രത്തോളം പ്രതിയോഗിയായി നിന്നാൽ ശമൂവേൽ പുറത്തു വരും. യേശുവിന്റെ നാമത്തിൽ അഭിഷേകമുള്ള, പ്രവചന അഭിഷേകമുള്ള ഒരു തലമുറ പുറത്തു വരികയാണ്.